നൂറുകണക്കിന് പുതുപ്പണക്കാരെ സൃഷ്ടിച്ച വാതിലാണ് 2022 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് സർക്കാർ തുറന്നിട്ടത്. ആർക്ക് വേണമെങ്കിലും യുകെയിൽ കെയർ വിസയിൽ എത്താനാകും എന്ന നിയമം വന്നപ്പോൾ ആ വാതിലിലൂടെ ആളെ കയറ്റാൻ ആർത്തി പൂണ്ട് മുന്നിൽ നിന്നത് നൂറുകണക്കിന് യുകെ മലയാളികളാണ്. ഇവരൊക്കെയാണ് ഇപ്പോൾ യുകെ മലയാളികൾക്ക് മുന്നിൽ ആൾദൈവങ്ങളെപ്പോലെ വിലസുന്നത്. പണമുള്ളവന് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകുമെന്ന് വിസ കച്ചവടം വഴി കോടികൾ ഉണ്ടാക്കിയവർ സ്വയം തെളിയിക്കുമ്പോഴും അപൂർവമായെങ്കിലും നിയമത്തിന്റെ കണ്ണേറ് തട്ടുമ്പോൾ ജയിലിലെത്താനും അതേ പണം തന്നെ വഴി ഒരുക്കും എന്നതും യുകെ മലയാളികൾ പലവട്ടം കണ്ടതാണ്. 2021 ഡിസംബറിൽ നോർത്ത് വെയിൽസിൽ മലയാളി യുവദമ്പതികൾ അറസ്റ്റിലായതു മുതൽ തുടങ്ങിയ കെയർ വിസ ഏജൻസി തട്ടിപ്പുകളിൽ ഏറ്റവും ഒടുവിലായി ജയിലിൽ എത്തുന്ന മലയാളി ബിനോയ് തോമസിന്റെ പതനം ആഘോഷിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ദേശീയ മാധ്യമങ്ങൾ. ബെക്സിലോൺസിയിൽ നിന്നും മുൻപും തട്ടിപ്പ് വാർത്തകൾ, കോടികൾ സമ്പാദിച്ച കെയർ വിസ തട്ടിപ്പുകാരെക്കുറിച്ച് അനേകം പരാതികൾ കഴിഞ്ഞ 4 വർഷമായി നിലനിൽക്കുകയാണെങ്കിലും പണം നഷ്ടമായവർ കൃത്യമായ പരാതി നൽകുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് ഈ തട്ടിപ്പുകാർ വില കൂടിയ കാറിൽ കറങ്ങുന്നതും കോടികളുടെ മണിമാളികകളിൽ ഉറങ്ങുന്നതും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ബിനോയ് തോമസിന്റെ ജയിൽവാസം. വിസ തട്ടിപ്പിലെ പലരും കൂട്ടുകൃഷി ആയിരുന്നുവെങ്കിലും ബിനോയിയുടേത് ഒറ്റയാൾ പട്ടാളം സ്റ്റൈലായിരുന്നു എന്നാണ് കോടതിയിൽ വ്യക്തമാക്കപ്പെട്ടത്. ഈസ്റ്റ്ബോണിലെ ഷിബിൻ ചാലിൽ പറമ്പത്ത് എന്ന മലയാളി 2013 തുടങ്ങിയ എ ക്ലാസ് കെയർ റിക്രൂട്ട്മെന്റ് 2015 വാങ്ങിയ ബിനോയ് തോമസ് ഏകദേശം 10 വർഷത്തോളം ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയെന്നാണ് കമ്പനി രജിസ്ട്രേഷൻ രേഖകൾ തെളിയിക്കുന്നത്. ഈസ്റ്റ് സക്സസിലെ ബെക്സിൽ ഓൺ സീൽ കേന്ദ്രമാക്കിയാണ് ബിനോയ് തോമസ് വിസ കച്ചവടം സജീവമാക്കിയിരുന്നത്. ഇവിടെ നിന്നും മത്സ്യബന്ധന ബോട്ടിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്നും ആളെ കടത്തിയ വിസ തട്ടിപ്പ് വാർത്ത ഏതാനും വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ആ വിസയിലെത്തിയ പലരും പിന്നീട് അഭയാർത്ഥി വിസയിലേക്ക് മാറുകയും ചെയ്തു. ഈ തട്ടിപ്പിനെ കുറിച്ച് 2021 ബ്രിട്ടീഷ് മലയാളി റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അതിൽ ബിനോയ് തോമസിന്റെ പങ്കാളിത്തം വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ സ്കോട്ട്ലൻഡിലെ മീൻപിടുത്ത കേന്ദ്രത്തിലേക്ക് എത്തിയവർ അവിടെ നിന്നും ചാടി ലിവർപൂളിൽ എത്തിയപ്പോഴാണ് വിവരം കിട്ടിയത്. അന്ന് വിസ ലോബിയിൽ നിന്നും ചാടിയ ആൾ വ്യക്തമാക്കിയത് ബെക്സിലോൺസിയിൽ പുറത്തിറങ്ങാനാകാതെ അനേകം മലയാളികൾ പെട്ടുപോയിരിക്കുകയാണ് എന്ന വിവരമാണ്. ഇക്കാര്യം ബ്രിട്ടീഷ് മലയാളി റിപ്പോർട്ട് ചെയ്തപ്പോൾ ബെക്സിലോൺസി എന്ന പേര് ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് പേരും പറഞ്ഞും പറയാതെയും ചില പകൽ മാന്യന്മാർ ഭീഷണിയുടെയും അനുനയത്തിന്റെയും പേരിൽ വിളിച്ചിരുന്നു. ഇവരിൽ ആരൊക്കെയാണ് ബിനോയുടെ പണം പറ്റിയിട്ടുള്ളത് എന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും. 2021 ഏപ്രിൽ 19 ഇപ്പോൾ ബിനോയ് ശിക്ഷിക്കപ്പെട്ട കേസിലേക്ക് വിരൽ ചൂണ്ടിയ വാർത്ത പുറത്തു വന്നത്. കെയർ ജോലിക്ക് ആളെ എത്തിച്ചത് മീൻപിടുത്ത വിസയിൽ, കേസ് കോടതിയിൽ എത്തിയത് അറസ്റ്റിനു ശേഷം 6 വർഷം കഴിഞ്ഞപ്പോൾ കെയർ വിസ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്താണ് ബിനോയുടെ തട്ടിപ്പ് നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 2017 18 ഇടയിൽ തനിക്ക് പരിചയമുള്ളവരെ യുകെയിൽ എത്തിച്ച് തന്റെ കമ്പനിയുടെ ജീവനക്കാരാക്കി മാറ്റി എന്നതാണ് ഇയാൾ നേരിട്ട കുറ്റം. മറ്റ് തട്ടിപ്പുകാർ കെയർ വിസയുടെ പേരിൽ തന്നെയാണ് തട്ടിപ്പിന് ഇറങ്ങിയതെങ്കിലും അങ്ങനെ ഒരു വിസ ഇല്ലാത്ത കാലത്ത് മറ്റു വിസയുടെ ലൂപ്പ് ഹോൾ കണ്ടെത്തി ആളെ ഇറക്കിയ ബിനോയിയെ തട്ടിപ്പുകളിലെ ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. സീമൻ വിസയിൽ എത്തുന്നവർക്ക് ഒരു ബോട്ടിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് ജോലി മാറാൻ നിയമപരമായി കഴിയുമായിരുന്നതിനാൽ ഇവർ ബെക്സിലോൺസിയിൽ ബിനോയിയുടെ വീട്ടിലെ അഡ്രസ്സിൽ കഴിഞ്ഞാണ് ജോലി ചെയ്തിരുന്നത് എന്ന് ലെവീസ് ക്രൗൺ കോടതിയിൽ നടന്ന വിചാരണയിൽ വ്യക്തമാക്കപ്പെട്ടു. 2007 യുകെയിലെത്തി 2012 ബ്രിട്ടീഷ് പാസ്പോർട്ട് സ്വന്തമാക്കിയ ബിനോയ്ക്ക് ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാടുകടത്തപ്പെടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. 5 പെൺമക്കളും ഒരാൺകുട്ടിയും അടക്കം 6 മക്കളാണ് ഇയാൾക്ക്. ബെക്സിലോൺസിയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ എന്നതായിരുന്നു ഇയാൾക്കുള്ള മേൽവിലാസം. ഇയാളുടെ തട്ടിപ്പ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് 2018 ജൂൺ 5